പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെടുന്ന നല്ലൊരു ദിവസം നൽകിയ കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ഇന്ന് കർത്താവ് നിങ്ങളുടെ ചാരുണ്ട്. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ഏത് മേഖലയിലുമായിക്കോട്ടെ, അടഞ്ഞ വാതിലിനെ തുറക്കാൻ സർവശക്തൻ നിങ്ങളുടെ കൂടെയുണ്ട്. മനുഷ്യനാലും പിശാചിനാലും അടഞ്ഞ വാതിലുകൾ, അത് എത്ര വർഷങ്ങളായതായിക്കോട്ടെ, ഇപ്പോൾ അടയാൻ പോകുന്ന വാതിലായിക്കോട്ടെ, എന്തുമായാലും നിങ്ങൾ അപമാനിതരാകാൻ സമ്മതിക്കാതെ ആ വാതിലിനെ തുറക്കാൻ ഇന്ന് കർത്താവ് നിങ്ങളുടെ ചാരയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ആ വാതിൽ തുറന്ന് കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോകുന്നു. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോകുന്നു. ഇന്ന് ആ നല്ല കർത്താവിന് നിങ്ങളുടെ കൂടെയുണ്ട്. എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയുമായിക്കോട്ടെ, ആരാലും മാറ്റാൻ പറ്റാത്ത പ്രശ്നവുമായിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്കായി കർത്താവ് വാതിലുകളെ തുറക്കുകയാണെന്ന്. നിങ്ങളുടെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വലുതും വിശാലവുമായ വാതിലുകളെ കർത്താവ് തുറന്ന് നിങ്ങളെ മാനിക്കാൻ പോകുന്നു. നിങ്ങളെ മാനിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് വിട്ടുകൊടുക്കാൻ റെഡിയാണ്. നിങ്ങൾ അത് തുറക്കാൻ, ആ വാതിൽ തുറക്കാൻ നിങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ടോ? നിങ്ങൾ ഇനി കർത്താവിലേക്കൊന്ന് വിട്ടുകൊടുത്തേ. ആ വാതിൽ തുറക്കാൻ ഇന്ന് സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ ചാരയുണ്ട്. നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബജീവിതമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഏത് മേഖലയും ആവട്ടെ, അവിടെ നിങ്ങളുടെ അടഞ്ഞ വാതിലുകളിനെ തുറക്കാൻ ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ അത്ഭുതം ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഇന്ന് എല്ലാവരും റെഡിയാണെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. നിങ്ങളിനി രോഗത്തിലാണോ? ആ രോഗത്തിൽ നിന്നും വിടുവിക്കാനും കർത്താവ് ശക്തനാണ്. എത്ര വലിയ അസുഖമായിക്കോട്ടെ, അതിൻ്റെ അവസാന സ്റ്റേജിലാണോ? നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനേക്കാൾ മറ്റൊന്നുമില്ല. ആ വിശ്വാസത്തെ സകലത്തിന് മാറ്റിമറിക്കാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അത്ഭുതം ചെയ്യാൻ കർത്താവ് ഇന്ന് നിങ്ങളുടെ ചാരയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഈ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾ, അത് പിശാചിനാലാവട്ടെ മനുഷ്യരാലാകട്ടെ, കർത്താവെ, അടഞ്ഞ വാതിലുകൾ ഈ ദിവസങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവിടുന്ന് തുറക്കട്ടെ. അങ്ങയുടെ കരം അവിടുന്ന് ഇപ്പോൾ തന്നെ കർത്താവെ ഈ മക്കളുടെ മേലവിടുന്ന് തൊടുന്നതിനായി കർത്താവെ നന്ദിയപ്പ. മക്കളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവമേ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കർത്താവെ ഇവർക്ക് വേണ്ടി വാതിലുകളെ തുറന്നപ്പ നീ മാനിക്കാതെ വൻകൃപയ്ക്ക് നന്ദി കർത്താവെ. വർഷങ്ങളായി മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ ദിവസങ്ങളിൽ കർത്താവെ അസാധാരണമായ അത്ഭുതം നടക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ ജനത്തെ ഇവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവം ഇവരുടെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവെ, സൗഖ്യം ഇവരിൽ വ്യാപരിക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവട്ടെ. ദൈവം ബിസിനസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുക കർത്താവെ, പ്രിയ മക്കളെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതത്താൽ കർത്താവിനെ നിറയ്ക്കണം. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, ദൈവമേ, അവർക്കായി നീ വാതിലുകളെ തുറക്കുന്ന വൻകൃപയ്ക്ക് നന്ദി കർത്താവെ. ദൈവമേ, പലരുടെ മുമ്പിൽ കൈനീട്ടി മടുത്തവരെന്നെ കേൾക്കുന്നുണ്ടപ്പാ. കർത്താവെ, ഇവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നുമപ്പാ നീ വാതിലുകളെ വന്ന് തുറന്നതിനായി കർത്താവെ നന്ദി. ഇനി മേലാൽ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഒരു മേഖലയിലും കർത്താവെ ഒരു വാതിലും ഓർന്ന് അടഞ്ഞു പോകാതെ വേണം കർത്താവെ. നീ ഇവരുടെ വലംകരം അവിടുന്ന് പിടിച്ചിരിക്കുന്നതിനായി കർത്താവെ നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ നിന്റെ കാര്യം ഈ മക്കളുടെ കൂടിയിരിക്കണം കർത്താവെ. അത്ഭുത സാക്ഷ്യങ്ങളെ പിതാവ് നീ ഒന്ന് കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക. മാത്രമല്ല, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി ഇവിടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.